വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഹെൽത്തി ബ്രൗണി റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒത്തിരി റിക്വസ്റ്റ് കിട്ടിയ ഒരു കാര്യമായിരുന്നു ഹെൽത്തി ആയിട്ട് ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസിപ്പീസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഇന്ന് ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രൗണി റെസിപ്പി ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രൗണി റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കുക. അപ്പം നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയ ഒരു ഐറ്റമാണ് നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെളിച്ചെണ്ണ കോക്കനട്ട് ഓയിൽ ചേർക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിലിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ, സൺഫ്ലവർ ഓയിൽ. ഇനി ഇതിനെ ഡബിൾ ബോയിൽ ചെയ്തിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാരയ്ക്ക് പകരം 1/2 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർക്കാൻ പോകുന്നത്. ഒരു 3 ചെറിയൊരു ബ്ലോക്ക് ശർക്കര ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്തതാണ്. ഏകദേശം 1/2 കപ്പ് വരും അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് നമുക്ക് യോജിപ്പിച്ചിട്ടെടുക്കാം. വിസ്ക് വെച്ചിട്ട് ചെയ്താൽ മതി, സ്പാച്ചുല കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഈ മുട്ട കൂടി ചേർത്തിട്ട് നമുക്കിതിനൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കണം. 1 ടീസ്പൂൺ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി വേണം. അടുത്തതായിട്ട് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ് കേട്ടോ. കേക്കി ടെക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്കിത് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് യോജിച്ച് വന്നു. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മൈദയൊന്നുമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഓട്സിൻ്റെ പൊടിയാണ്. 1/4 കപ്പ് ഓട്സ് പൗഡറാണിത്. 1/2 കപ്പ് ഓട്സ് എടുത്തിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1/4 കപ്പ് കിട്ടും. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 1/3 കപ്പ് ബാദാം പൗഡർ വേണം. ഒരു 1/4 കപ്പ് ആൽമണ്ട്സ് എടുത്തിട്ട് അതിനെ പൊടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 1/3 കപ്പ് പൊടി കിട്ടും. അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് നമ്മുടെ മെയിൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ്. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗണി ബാറ്റർ റെഡി ആയിട്ടോ. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഒരു സ്ക്വയർ പാൻ എടുത്തിട്ട് അതിലേക്ക് ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. കുറച്ച് ഓയിൽ കൂടി അപ്ലൈ ചെയ്തിട്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ബ്രൗണി ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കുക്കറിലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. വലിയൊരു കുക്കറുണ്ട്. സാധാരണ സ്ക്വയർ പാൻ നമ്മുടെ കുക്കറിലേക്ക് പോകാൻ കുറച്ച് പ്രയാസമാണ്. അങ്ങനെയാണെങ്കിൽ റൗണ്ട് പാനിൽ ചെയ്താൽ മതി. ഇതിനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് ആൽമണ്ട്സ് ചോപ്പ് ചെയ്ത് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ കുക്കർ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു പാൻ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 35 മുതൽ 45 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ ഒന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ബ്രൗണീസ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 35 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ സ്ക്യൂർ വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ 45 മിനിറ്റാണ് എനിക്ക് കറക്റ്റ് എടുത്തത് കേട്ടോ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കൂളായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം. നല്ല അടിപൊളി ടെക്സ്ചറാണ് കേട്ടോ. എസ്പെഷ്യലി നിങ്ങൾ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, ഹെൽത്തി ഓപ്ഷൻസ് നോക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ആ ഒരു ബിറ്റർനെസ്സും പിന്നെ ആ ഒരു ആമണ്ട്സിൻ്റെ ഫ്ലേവറും ഒക്കെ വന്നിട്ട് എനിക്ക് കഴിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനമാണ്. എസ്പെഷ്യലി ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കഴിക്കാറാണ് കേട്ടോ പതിവ്. അതുപോലെ ഇതിൻ്റെ കേക്കി ടെക്സ്ചറാണ്. അപ്പം നിങ്ങൾക്ക് കേക്കി ടെക്സ്ചർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡർ അവോയ്ഡ് ചെയ്യാം. അപ്പം ബേക്കിംഗ് പൗഡർ അവോയ്ഡ് ചെയ്യുമ്പം ഇതിൻ്റെ കുക്കിംഗ് ടൈം ഒരു ഇച്ചിരി കൂടി കൂടും. ഒരു 5-10 മിനിറ്റ് എക്സ്ട്രാ കുക്ക് ചെയ്യേണ്ടി വരും. എന്തായാലും എനിക്ക് ഒരു ടെക്സ്ചറാണ് ഇഷ്ടം. അതുകൊണ്ടാണ് കുറച്ചുകൂടി കേക്കി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ടാണ് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ചി ആയിട്ട് നമ്മുടെ ബ്രൗണീസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളൊട്ടും പേടിക്കേണ്ട, നമുക്ക് എല്ലാത്തിനും ഒരു ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡയറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹെൽത്തി റെസിപ്പീസ് ഇനിയും ചാനലിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എന്നെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല റെസിപ്പീസുമായിട്ട് കാണാം. അതുവരേക്കും ദിസ് ഇസ് മീ നിഷി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.